മെറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ദൈവവചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് കഴിഞ്ഞ 1-2 എപ്പിസോഡിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനം നമുക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം തരുന്നതിന് നമുക്ക് സാധ്യമാണെന്ന് പറഞ്ഞു. ദൈവവചനം അതുപോലെ റീജനറേറ്റ് ചെയ്യുന്നു, നമ്മളെ പുതിയ ജീവൻ പുതുക്കാനുള്ള കഴിവ് തരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ദൈവവചനം നമുക്ക് വിശ്വാസം തരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതെല്ലാം തന്നെ നമ്മുടെ ഡെലിവറൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ടാണത് വീണ്ടും എടുത്തെടുത്ത് പറയുന്നത്. ദൈവവചനം അതുപോലെ നമ്മളെ ക്ലീൻ ചെയ്യുന്ന ഒന്നാണ്, നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ് യോഹന്നാൻ 15:3 ഇങ്ങനെയാണ് പറഞ്ഞത്: ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. കാരണം എന്താണ്? നമ്മൾ ഈ ലോകത്തിലെ അഴുക്കിനകത്തൊക്കെ കിടന്നുരുളുക. കാരണം ഈ ലോകം മുഴുവൻ പിശാചിൻ്റെ അധീനതയിൽ ഇരിക്കുന്നതിനാൽ ഒരുപാട് ചെളികളൊക്കെ കാണും. അത് മാത്രമല്ല, നമ്മൾ ഈ ചെളിയിൽ വീണിട്ട് ചാടി എഴുന്നേറ്റിരിക്കുകയല്ലേ, നമ്മുടെ ശരീരത്തിലൊക്കെ അവിടെയൊക്കെ കുറച്ച് പാടുകളൊക്കെ ഉണ്ട്. അത് ഇതിനൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം റെഗുലറായിട്ട് നമ്മളിലേക്ക് വരുമ്പോഴാണ് ശുദ്ധിയാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചൊരു വാക്യമാണ് എഫേസ്യർ 5-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങളിലെ യേശുക്രിസ്തു സഭയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്നത്. അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കുക. ജലസ്നാനം കൊണ്ട് വിശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വചനത്തോടു കൂടി ജലസ്നാനം, വചനം കൊണ്ട് വിശുദ്ധീകരിക്കുക. വചനമാണ് വിശുദ്ധീകരിക്കുന്നത്. വീണ്ടും ജനനത്തിനകത്ത് ഇത് തന്നെ വരുന്നുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനം, അവിടെയും വചനമാണ് വരുന്നത്. വചനം പ്രധാനമാണ്. അതുകൊണ്ട് വചനം ഇവിടെയും വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. സങ്കീർത്തനം 119:9 ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. അതും അങ്ങനെ തന്നെ പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന നിർമ്മലമാക്കുന്നത്, തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് ദൈവത്തിൻ്റെ വചനപ്രകാരമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് താഴോട്ടുള്ള വാക്യം 11-ാം വാക്യം: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിശാചിൻ്റെ കീഴ്പ്പെടുക എന്നർത്ഥം. പിശാചില്ലാതെ പാപമില്ല. ഇന്നർ ഹീലിങ്ങിനകത്ത് പ്രത്യേകം പറഞ്ഞതാണ്, ശാപവും പാപത്തെയൊക്കെ ഓടിക്കുന്ന കാര്യത്തിൽ പറഞ്ഞതാണ്. 1000 ആണ്ട് വാഴ്ചക്കാലത്ത് പിശാചില്ല, പൂട്ടിയിട്ടേക്കുക. അതിന് പാപമില്ല. പാപം ചെയ്യണമെന്ന് തോന്നിയാൽ പോലും പാപം നടക്കത്തില്ല ചെയ്യാനായിട്ട്. ഇവിടെ അതുകൊണ്ട് നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. 119-ാം സങ്കീർത്തനം 11-ാം വാക്യം. നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ വചനം സംഗ്രഹിച്ച് വെച്ചാൽ പാപം ചെയ്യാതെ ജീവിതം ക്ലീനായിട്ട് മുമ്പോട്ട് പോകുന്നതായിട്ട് കാണും. അതുകൊണ്ട് ചുരുക്കമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്, ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു ക്ലീൻ. നമ്മളെ ക്ലീൻ ചെയ്യാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് കഴിവുണ്ട്. നമ്മൾ മറന്നുപോകും. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കയറുന്നു. ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു ബിൽഡ് അപ്പ്. മേലോട്ട് പണിയാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ പണിയുന്നത്. 2-3 വാക്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാം. കാരണം നമുക്ക് അധികം സമയങ്ങളില്ലാത്തതുകൊണ്ട് അധികം സമയം ഇതിന് സ്പെൻഡ് ചെയ്ത് കളയാനായിട്ടാണ്. നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ആണ് നമുക്കിതെല്ലാം തരുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്തുക. നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്താനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിന് അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. I commend you to God and to the word of His grace. കൃപയുടെ വചനം അതെന്തിനാണ്? ആത്മീയ വർധന വരുത്താനും സകല വിശുദ്ധന്മാരുടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിൽ.
ആത്മീയ വർധന നമുക്ക് വരുത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ ഗ്രോത്ത് ഇല്ലെങ്കിൽ എന്താ വിചാരിക്കുക? നിങ്ങളുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായെന്നിരിക്കട്ടെ, നല്ലതാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എന്നാൽ ആ 10 വർഷം വരെ ആ കുഞ്ഞ് മിണ്ടാതെ, വർത്താനം പറയാതെ, മുട്ടുമ്മേ പോലും ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് തറയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ പറയും? അയ്യോ, ആ കുഞ്ഞുണ്ടാവാതിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലേ? അതുകൊണ്ട് ഒരു വളർച്ച ആവശ്യമാണ്. ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. LKG ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്? ലിവിങ് തിങ്സ് ഗ്രോ, ജീവനുള്ളത് വളരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ വളർത്തുന്നത്, ആത്മീയ വർധന വരുത്തുന്നത്, നമ്മളെ ബിൽഡ് ചെയ്യുന്നത്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ ലൈഫിൽ ഏത് രീതിയിലാണ് വളരേണ്ടതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൽ ഏത് രീതിയിലാണ് വളരേണ്ടത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ചും നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുകയും. തുടങ്ങുന്ന എവിടുന്ന? വിശ്വാസത്തിൽ നിന്ന്. എൻഡ് ചെയ്യുന്ന എവിടാണ്? സ്നേഹം. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യമുണ്ട്. ഒരു ബേസ് എന്ന് പറയുന്ന വിശ്വാസം എവിടുന്നാണ് വരുന്നത്? ദൈവവചനത്തിൽ നിന്നാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, ദൈവവചനം നമ്മളെ വിശ്വസിക്കാനായിട്ടുള്ള ശക്തി തരുന്നു. എന്നാൽ ഈ ദൈവവചനം തന്നെയാണ് നമ്മളെ സ്നേഹത്തിൽ നിലനിർത്തുന്നത്. അതിൻ്റെ ക്രൗൺ സ്നേഹമാണ്. എന്തിനാ ഈ ക്രൗൺ സ്നേഹം വെച്ചിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സ്നേഹം. ഇത് പറഞ്ഞാൽ ഇന്നും നാളെ ഒന്നും തീരത്തില്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് സ്നേഹം. ലോകത്തെ ദൈവം സ്നേഹിച്ച ലോകത്തിൻ്റെ നന്മ കണ്ടുകൊണ്ടൊന്നുമല്ല, നിങ്ങളെ എന്നെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല ദൈവം സ്നേഹിച്ച്. നിങ്ങളിൽ നിന്നും എന്നിൽ നിന്നും എല്ലാം വേണ്ടാത്ത കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക. എന്നാലും ദൈവം നിങ്ങളെ സ്നേഹിച്ചത് ദൈവത്തിൻ്റെ ക്യാരക്ടർ കൊണ്ടാണ് സ്നേഹിച്ചത്. ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറായ സ്നേഹം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഈ ദൈവത്തിൻ്റെ ക്യാരക്ടറായ സ്നേഹം ഉണ്ടാകുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് തന്ന് നമ്മളെ രൂപാന്തരപ്പെടുത്തിയാണ് സ്നേഹം ഉണ്ടാകുന്നത്. ആദ്യം വരുന്നത് എന്താ? വിശ്വാസമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം വരും. അത് കഴിയുമ്പോൾ എന്താണ്? അതിനോടുള്ള തീഷ്ണത വരികയാണ്, നോളജ് വരികയാണ്, പരിജ്ഞാനം. അതെല്ലാം ദൈവവചനത്തിലുള്ള പരിജ്ഞാനമാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോള്. അത് ഏറ്റവും അവസാനമാണ്. എന്തിനകത്ത്? ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഏറ്റവും അവസാനം സെൽഫ് കൺട്രോള്. ഏറ്റവും അവസാനമാണ്. ഇച്ചിരി പാടാത് ഇന്ദ്രിയജയം. ഇന്ദ്രിയജയം ഉണ്ടവരൊക്കെ എല്ലാ കൺട്രോളും ഉള്ള. ഇന്ന് ആർക്ക് കൺട്രോൾ ഇല്ല, അതാണ് എൻ്റെ കാര്യം. അതിനോട് സ്ഥിരത, സ്ഥിരതയോട് ഭക്തി, ഭക്തിയോട് സഹോദരപ്രീതി. നിന്റെ സഹോദരനെ നിന്നെപ്പോലെ. ഇത് നോക്കിയാൽ ഇതിനകത്ത് നിങ്ങൾ കണ്ട ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തെ സ്നേഹിക്കുക, സഹോദരനെ സ്നേഹിക്കുക. വെർട്ടിക്കൽ ലവ് ആൻഡ് ഹൊറിസോണ്ടൽ ലവ്. അതാണ് യേശു ക്രിസ്തുവും ദൈവവും പ്രവാചകന്മാരും എല്ലാം അടങ്ങിയിരിക്കുന്നത്. അത് മുഴുവൻ ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനം നിങ്ങളെ, ആ ശക്തി നിങ്ങളെ ബിൽഡ് ചെയ്യാനുള്ളതാണ്. ഒരു വാക്യം കൂടെ വായിക്കാം അതുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്യങ്ങളാണ്. 1 പത്രോസ് 2:2 ഇപ്പോൾ ജനിച്ച ശിശുക്കളെക്കുറിച്ച് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ന്യൂബോൺ ബേബീസ്, പുതിയ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ ആ വചനത്തിനുള്ള ക്രേവിങ് ഉള്ളിൽ നിന്ന് വേണം. കൊച്ചിന് പാല് കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? എന്താ സാറിന് ചെയ്യാറുള്ളത്? അത് ഞെളിവരി കൊണ്ട് കരഞ്ഞ് വഴക്കുണ്ടാക്കും പാല് കിട്ടുന്നവരെ, എൻ്റെ വയറ് നിറയാൻ. അതുപോലുള്ളൊരു ഡിസയർ നമുക്ക് വേണമെന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനത്തിൽ. എന്തിനാ? ക്രിസ്തുയേശുവിൽ വളരാനായിട്ട്. ക്രിസ്തുയേശുവിൽ എന്തിനാണ് വളരുന്നത്? രക്ഷയ്ക്കായി വളരാനായിട്ട്. നമ്മൾ രക്ഷയുടെ കാര്യം നമ്മൾ നേരത്തെ പഠിപ്പിച്ചതാണ്. രക്ഷയുടെ 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞതാണ്. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. 3 ടെൻസിനെ കുറിച്ച് പറഞ്ഞാണ്.
അത് വിശദീകരണത്തിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയി പ്രീവിയസ് എപ്പിസോഡ്, ഈ ഡെലിവറൻസിനകത്ത് തന്നെ പ്രീവിയസ് എപ്പിസോഡിലുണ്ട്. രക്ഷയ്ക്കായിട്ട് നമ്മൾ വളരണം. അവിടെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം രക്ഷ. അതാണ് പ്രസൻറ്റ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. ഈ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വളരണം. ഫിലിപ്പിയർക്ക് 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ എടുത്ത് പറഞ്ഞതാണ്. അത് എങ്ങനെയാണ് വളരുന്നത്? നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അവിടെയാണ് വളരാനായിട്ട് നമ്മൾ പാല് കുടിക്കണം. എന്തോ വചനമെന്ന മായമില്ലാത്ത പാല്, മായം ചേർത്ത പാലല്ല. മായം ചേർത്ത പാൽ ഒരുപാട് വരുന്നുണ്ട്. എന്താ? ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എല്ലാം ഇഞ്ഞു പോരും. അതാണ് മായമുള്ള പാല്. എല്ലാം ഇഞ്ഞു പോരും. നിന്റെ ഹൃദയം ഇങ്ങനെ നമ്മൾ പറയുന്ന എല്ലാം ദൈവം കേട്ടാൽ ആരാ വലിയ ആള്? ദൈവമാണോ നമ്മളാണോ വലിയ ആള്? എടാ നീ ഇതെല്ലാം താ എന്ന് പറയുമ്പോൾ ദൈവത്തെ അടിമയാക്കി നമ്മൾ മാസ്റ്ററാകുകയും ചെയ്യുകയാണ്. അതല്ല, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ദൈവം നിങ്ങളെ വളർത്തുന്നത്. അതുകൊണ്ട് മായമുള്ള പാല് കുടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി യൂട്യൂബ് വഴി ഞാൻ കണ്ടതാണ്. ആളുകളെ മുഴുവൻ ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്നെ ഇതെല്ലാം കണ്ടുകൊണ്ട് ക്രിട്ടിസൈസ് ചെയ്യുക, അവരെല്ലാം ഞാൻ ശപിക്കുകയാണ്. ഇങ്ങനെ പലതും. അത് മായമുള്ള പാലാണ്. മായമില്ലാത്ത പാല് കുടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിൻസിയർ മിൽക്ക് ഓഫ് ദ വേർഡ്. ദൈവവചനം വേണ്ട രീതിയിൽ അപഗ്രഥിച്ച് പഠിച്ച് നമ്മളത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ സാൽവേഷന് വേണ്ടി നമ്മൾ വളരും. രക്ഷയ്ക്കായിട്ട് പ്രവർത്തനം അവിടെ ഉണ്ടാവും. അതുകൊണ്ട് വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു ബിൽഡ് അപ്പ്. ഞാനിത് പറയുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ്, ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് യോജിക്കാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിലിടാം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് മനസ്സിലാവണമല്ലോ ഇതിങ്ങനെ ദൈവവചനത്തിലുണ്ടെങ്കിൽ. അതെനിക്കൊന്ന് മനസ്സിലാവണം. കാരണം ഞാൻ പഠിച്ച് അങ്ങ് പെർഫെക്റ്റായിട്ടല്ല ഇത് പറയുന്നത്. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുക. ഞാനും ദിവസവും ദൈവവചനത്തിന് സന്നിധിയിരിക്കുന്നു. അത് പറഞ്ഞ് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നു. അതുകൊണ്ട് 5-ാമത് പറഞ്ഞ പോയിന്റ്, ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു ബിൽഡ് അപ്പ്. ഇന്ന് ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാനിന്ന് അവസാനിപ്പിക്കാം. ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ദ പവർ ടു മേക്ക് യു വൈസ്. നിനക്ക് ബുദ്ധി തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനം 119:130. നിന്റെ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. ഈ ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ഈ 119-ാം സങ്കീർത്തനത്തിൽ ഒരുപാട് സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ദൈവവചനം ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകും, ബുദ്ധി ഉണ്ടാകും, വയോധികന്മാരിൽ വിവേകമുള്ളവരായിത്തീരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ദൈവത്തിൻ്റെ വചനം ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. ആരെങ്കിലും അത് നെഗ്ലക്റ്റ് ചെയ്താൽ, ദൈവത്തിൻ്റെ വചനത്തെ നെഗ്ലക്റ്റ് ചെയ്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ലോസാണ്. ഇറിപ്പയറബിൾ ലോസ് എന്നൊക്കെ പറയാം. ഞാൻ എക്സാമ്പിൾ പറയാം. ഒരു മനുഷ്യൻ 80 വയസ്സ് വരെ ജീവിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ മൊത്തം ഉള്ളത് 7 ലക്ഷം മണിക്കൂറാണ് അവൻ ജീവിക്കുന്നത്. 7 lakh. അതിൽ ഈ 10% ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 7000 മണിക്കൂർ അവൻ ദൈവത്തിന് കൊടുക്കണം, അല്ലേ? 10-1 ദൈവത്തിന് കൊടുക്കുമ്പം 10-1 നിങ്ങൾ അങ്ങനെ കൺസെപ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 7000 മണിക്കൂറും ദൈവത്തിന് കൊടുക്കണം, അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കാനായിട്ട്. എന്നാൽ എത്ര മണിക്കൂർ നമുക്ക് ഈ ഒരു ദിവസമുള്ള 24 മണിക്കൂറിൽ 2.4 മണിക്കൂർ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, പറ്റുന്നില്ല. അതായത് ഒരു ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ആ സമയം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. അത് പോയല്ലോ. 80 വയസ്സിനകത്ത് 7000 മണിക്കൂർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് പോയി. അല്ലെങ്കിൽ 24 മണിക്കൂറിൽ 2.4 മണിക്കൂർ ഇന്നലെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സമയം വീണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും പറ്റത്തില്ല. അത് വലിയ ലോസാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു ലെവല് മേളിലോട്ടാകുകയാണ്. ഹലോ, ശ്രദ്ധിക്കുക, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാടാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ 1 മണിക്കൂർ ഇരിക്കുമ്പോഴേ, ഏതെങ്കിലും ആയിക്കോട്ടെ, പ്രാർത്ഥനയിലോ ഉപവാസത്തിലോ ദൈവവചന ധ്യാനത്തിലോ നിങ്ങൾ ഇരിക്കുമ്പോഴേ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്ലോറി, ദൈവത്തിൻ്റെ വലിയ റേഡിയൻസ് നിങ്ങളിലേക്ക് വരികയാണ്. അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കതൊരു ലോസാണ്, നിങ്ങൾക്കത് നടക്കുന്നില്ല. ദൈവം പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അങ്ങോട്ട് തന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ഡിവോഷനകത്ത് ഞാനത് കൂടുതലായിട്ട് പറയാം. ദൈവം അങ്ങോട്ട് നിങ്ങൾക്ക് പലതും തന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതെങ്ങനെയാണ് തരുന്നത്? ദൈവവചനത്തിൽ കൂടിയാണ് തരുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വേറെ ഒരു ലൈറ്റ്നിങ് പ്രോസസ്സ് കൊണ്ടൊന്നുമല്ല തരുന്നത്. അല്ലെങ്കിൽ ചിലപ്പം ദൈവദൂതന്മാർ വന്ന് ഇമ്പാർട്ട് ചെയ്യായിരിക്കും, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് പറയാൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് ദൈവം തരികയാണ്. എന്താണ്? ജ്ഞാനം തരികയാണ്, പരിജ്ഞാനം തരികയാണ്, നിങ്ങളെ വയസ്സാക്കുകയാണ്. അത് ജ്ഞാനം ദൈവത്തിൻ്റെ ഉറവിടമാണ്. ദൈവത്തിൻ്റെ പ്രസൻസിൽ ഇരിക്കുമ്പോഴാണ്. നിങ്ങൾക്കറിയാം, 2-3 കൊള്ളി ഒരുമിച്ചിരിക്കുമ്പോഴാണ് കത്തുന്നത്, അല്ലേ? 2-3 കൊള്ളി ഒരുമിച്ചിരിക്കുമ്പോഴാണ്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അത് കത്തത്തില്ല എന്ന് പറയുന്ന പോലെ ഫെലോഷിപ്പിൽ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും കത്തുന്നത്. മോശ ദൈവത്തിൻ്റെ സന്നിധി ചെന്നു, ദൈവത്തിൻ്റെ കൂടെ 40 ദിവസം ഇരുന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവൻ്റെ ത്വക്ക് പ്രകാശിക്കാനായിട്ട് തുടങ്ങി, അല്ലേ? ത്വക്ക് പ്രകാശിക്കാനായിട്ട് തുടങ്ങി. ഈ പ്രകാശം മറുമലയിലെ ശിഷ്യന്മാർ കണ്ടു. അവിടെ ഇരുന്ന് കണ്ടില്ലേ? കണ്ടപ്പോൾ എന്തോ അവർ പറഞ്ഞത്? നമുക്ക് കൂടാരം ഉണ്ടാക്കാം, നമുക്കിവിടെ ആകാം, നമുക്ക് താഴോട്ട് പോകണ്ട, മലമേളിലുള്ള അനുഭവം മതി എന്ന് പറഞ്ഞില്ലേ? എന്താണ്? ദൈവത്തിൻ്റെ പരിജ്ഞാനം, ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിലേക്ക് ദൈവം ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പം, എൻ്റെ ദൈവമേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെലിവറൻസ് വരാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾക്ക് ആ ഡെലിവറൻസ്, ആ വിടുതൽ വരണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് ആ ത്വക്ക് പ്രകാശിക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഇമ്പാർട്ടേഷൻ വരുന്നത്, ദൈവത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരുന്നത്. അത് ദൈവത്തിൻ്റെ വചനമാണ് തരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളെ വയസ്സാക്കുന്നത്. അതുകൊണ്ട് ദൈവവചനം പഠിക്കുന്ന ഒരു മനുഷ്യനെയും ലോകത്തിൽ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഇത്രയും ഇപ്പം തക്കാലം എന്ന് പറയുന്നുള്ള തുടർമാനമായിട്ട് ഞാൻ ഇത് പറഞ്ഞു തീർക്കാനായിട്ട് ഇനി ഒരു 10-15 മിനിറ്റ് വേണം. അവിടെ ഞാൻ ഇവിടെ നിന്ന് നിർത്തുകയാണ്. ഇത് ഞാൻ വീണ്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യും. ദൈവവചനം പഠിക്കുന്ന ഒരു മനുഷ്യനെ ലോകത്തിൽ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. ഞാനത് നിങ്ങളോട് ബെറ്റ് വെക്കുന്നത്, നിങ്ങൾക്ക് അത് തോൽപ്പിച്ച് നിങ്ങൾക്കൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബെറ്റ് വെക്കുന്നു, ഞാൻ എൻ്റെ ഈ ശുശ്രൂഷ നിർത്തിപ്പോവും. എന്താണ് പറഞ്ഞത്? ദൈവവചനം പഠിക്കുന്ന ഒരു മനുഷ്യനെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ പറ്റുകയില്ല. കാരണം എന്താ വെച്ചാൽ അത് പവർഫുള്ളാണ്. അത് നിന്നെ പരിജ്ഞാനത്തിലേക്ക് നടത്തും, അത് നിങ്ങൾക്ക് വയസ്സാക്കും. എന്തെങ്കിലും നിങ്ങൾക്ക് കഴിഞ്ഞ നാളുകളിൽ 50 വയസ്സോ 40 വയസ്സോ 30 വയസ്സോ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ലോസാണ്. അത് ഇപ്പോഴല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നാൾ നിൽക്കത്തില്ലേ, അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ ദൈവമേ എനിക്കിത് ചെയ്യാൻ പറ്റാതെ പോയല്ലോ എന്ന് അന്ന് റിവാർഡ് തരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരു ദിവസം, അതാണ് ദാവീദ് എഴുതിയത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാവുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്, ഏറ്റവും ഇഷ്ടം. അവൻ്റെ പ്രാകാരങ്ങളെ ഞാൻ വാഞ്ചിച്ച് മോഹിച്ചു പോകുന്നു. ഇത് ദർശനത്തിൽ എഴുതുന്നതാണ്, അല്ലാതെ ചുമ്മാതെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒരു കവിത എഴുതുന്ന പോലെ എഴുതുന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദർശനത്തിൽ എഴുതുന്നതാണ്. ഇത് നിനക്കും എനിക്കും വേണ്ടിയിട്ടുള്ളത്, അതുകൊണ്ട് അങ്ങനെ എഴുതിയിരിക്കുന്നത്. നിന്റെ പ്രാകാരങ്ങളെ വാഞ്ചിക്കാനായിട്ട്, അത് മോഹിക്കാനായിട്ട് എൻ്റെ ഹൃദയത്തിലുള്ള ആഗ്രഹം. ദൈവമേ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് നിങ്ങളെ വിട്ടുകളയത്തില്ല, അതിനകത്ത് തന്നെ നിങ്ങളിരിക്കും. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് the word of God has the power to make you wise. അത് നമ്മൾ മറന്നുപോകരുത്. ഇതിനെക്കുറിച്ച് തുടർമാനമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഞാനിന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. The word of God has the power to clean. The word of God has the power to build up. The word of God has the power to make you wise. ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് 3 നിങ്ങളുടെ ഡെലിവറൻസിന് ആവശ്യമാണ്. നിങ്ങളെ ക്ലീൻ ചെയ്യണം, നിങ്ങളെ ഉറപ്പിച്ച് വളർത്തണം, നിങ്ങളെ ബുദ്ധിയുള്ളവനാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡെലിവറൻസ് ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഡെലിവറൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇത് നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട സമയം കൊടുത്തിട്ടില്ലെങ്കിൽ അതാണ് മൂഢത്വം നിങ്ങളിലേക്ക് വന്നു കയറിയത്. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വന്നത്. അതാണ് നിങ്ങളുടെ പിള്ളേർ ചിലപ്പോൾ തെറ്റിപ്പോയത്. വേണ്ട രീതിയിൽ ദൈവത്തിൻ്റെ പ്രസൻസിലിരുന്ന് ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ല. അതുകൊണ്ട് ഇനിയൊന്ന് തീരുമാനമെടുക്കുമോ ദൈവത്തിൻ്റെ പ്രസൻസിലൊന്ന് ഇരിക്കുമെന്ന്. അവിടെ ദൈവത്തിൻ്റെ വലിയ മഹത്വം കാണാനായിട്ട് പറ്റും. മോശയുടെ ത്വക്ക് വന്ന പോലൊന്നും വന്നൊന്നും വരത്തില്ല. എന്നാൽ നമ്മുടെ മനസ്സും ഹൃദയവും നമ്മുടെ ജീവിതവും ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് കാണും. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ദൈവവചന ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ്. അത് നെഗ്ലക്റ്റ് ചെയ്ത് കളഞ്ഞത് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ലോസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഇനിയെങ്കിലുമുള്ള സമയങ്ങൾ ഞങ്ങൾ പ്രോഫിറ്റബിളായിട്ട് ദൈവസേനയിൽ ഇരിക്കുവാനായിട്ട് അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര മണിക്കൂർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നാലും അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രോഫിറ്റബിൾ ആണെന്ന് മനസ്സിലാക്കുവാൻ കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം പഠിക്കുന്ന ഒരു മനുഷ്യനെയും ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാനായിട്ട് പറ്റുകയില്ല. അവൻ്റെ ജീവിതത്തിൽ തോൽവി ഉണ്ടെങ്കിൽ അത് വീണ് കിടക്കത്തിൽ അതിൽ നിന്ന് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വലിയ സമൃദ്ധി വരുമെന്ന് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ വിടുതലിന് തടസ്സമായി നിന്നെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ജീവിതത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അനേകം ആളുകൾ ഇത് കാണുന്നു. ജീവിതത്തിലെ പരാജയത്തിൽ കൂടി കടന്നുപോയ അനേകം കാണുന്നു. ദൈവമേ, നീ അവർക്ക് വിജയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലിയിലുള്ള വിജയം, ജോലിയിലുള്ള മുമ്പോട്ടുള്ള എൻഹാൻസ്മെൻറ്റ്, അതുപോലെ കർത്താവെ, ബിസിനസ്സിലെ തകർച്ച വന്നിരിക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പുതിയ പുതിയ ലൈൻസ് വന്നു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിലൊക്കെ വലിയ സമൃദ്ധി വന്നു കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയൊക്കെ കർത്താവെ വീണുപോയോ അവിടെ എല്ലാം എഴുന്നേൽക്കുവാനായിട്ട് കർത്താവെ നീ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കും. അവിടെ എല്ലാം സമൃദ്ധിയും ദൈവത്തിൻ്റെ അനുഗ്രഹവും വന്നു ചേരുന്നതായിട്ടാണ് കാണും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്നവരെ അതൊക്കെ ഒന്ന് ദൈവകരങ്ങളിലേക്കൊന്ന് ഏറ്റുപറഞ്ഞൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ സമൃദ്ധിയും ഈ ദിവസങ്ങളിൽ പുതിയ വഴികളെ തുറന്നു തരികയും ചെയ്യും. ഹല്ലേലൂയ. ദൈവമേ, ഏൽപ്പിച്ച് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. നീ വിടുതൽ കൊടുക്കുകയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. ഇവിടെ വലിയ ഡെലിവറൻസ് പല ഭവനങ്ങളിലും വന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനമാണ് ഡെലിവർ ചെയ്യുന്നത്, അല്ലാതെ ഞാനിവിടെ പറയുന്നൊന്നുമല്ല. കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തെങ്കിൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനം വന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒരു പ്ലസ് ഇടുക, അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. തുടർമാനമായി ഇത് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, പ്രയർ റിക്വസ്റ്റ് അയച്ചു തരിക. എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് നിങ്ങൾ അയച്ചു തന്നാൽ ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയറിൽ അത് വെച്ച് പ്രാർത്ഥിക്കുകയും അവിടെ എല്ലാം വിടുതൽ നടക്കുകയും ചെയ്യും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.